29 വർഷമായി ദേശീയ തലത്തിലും ഇന്ന് കേരളത്തിലും കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണം നടത്തുന്ന താങ്കൾ ഇപ്പോൾ ബീഹാർ ഇലക്ഷനിലും പ്രവചനം നടത്തിയിട്ടുണ്ടല്ലോ. ആര് വിജയിക്കും? കാരണം രണ്ട് മുന്നണികളും അതോടൊപ്പം തന്നെ ജൻസ്വരാജ് പാർട്ടിയും വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയേക്കാൾ പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനാണ്. അദ്ദേഹം വലിയ യാത്ര നടത്തി, ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു, അതോടൊപ്പം തന്നെ അണുബോംബ് പൊട്ടിച്ചു. അപ്പോൾ ഈ ബോംബുകൾ കോൺഗ്രസിന് അവിടെ ഒരു വിജയം നൽകുമോ? അതുകൊണ്ടൊന്നും കോൺഗ്രസിന് പ്രയോജനം കിട്ടുകയില്ല. ബീഹാറിൽ NDA അധികാരത്തിൽ വരും. NDAക്ക് 148 മുതൽ 158 വരെ സീറ്റും, മഹാഗഡ്ബന്ധന് 82 മുതൽ 92 വരെ സീറ്റ് കിട്ടും. JSPക്ക് 2 മുതൽ 3 വരെ സീറ്റ്, AIMIMന് 3 മുതൽ 4 വരെ സീറ്റ് കിട്ടും. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ RJDയുടെ പരാജയത്തിന് കാരണം ഈ AIMIM ആണ്. ഇത്തവണ അതൊരു കാരണമാണ്. കുറച്ച് കഴിഞ്ഞ തവണ ഒരു 20 സീറ്റോളം RJDക്ക് നഷ്ടപ്പെട്ട ഇവരുടെ സാന്നിധ്യം കൊണ്ടാണ്. അല്ല, ഈ പ്രാവശ്യം അതുണ്ട്. ജൻസ്വരാജ് പാർട്ടിയുടെ എങ്ങനെയായിരിക്കും നില? ജൻസ്വരാജ് പാർട്ടിക്ക് നഗരങ്ങളിൽ മാത്രമേ സ്വാധീനമുള്ളൂ. വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിയവർക്കിടയിലെ അത് എണ്ണം കുറവല്ലേ, അവരുടെ വോട്ട് ഇങ്ങനെ ചെതറിപ്പോവും. അല്ല, അത് ആരുടെ വോട്ടായിരിക്കും? ജൻസ്വരാജ് അത് രണ്ടു കൂട്ടരുടെയും പിടിക്കും. ഇന്ത്യ സഖ്യത്തിൻ്റെയും പിടിക്കും, BJPയുടെയും പിടിക്കും. പക്ഷെ അവർക്കൊരു 5-6% വോട്ടേ ആകെ കിട്ടത്തുള്ളൂ. അത് പക്ഷേ 240 സ്ഥലത്ത് ഇവിടെ ചെതറിക്കിടക്കുകയാണ്. അവർക്കൊരു 30 ലക്ഷം വോട്ട് കിട്ടും ആകെ. അത് അപ്പോൾ ആവറേജ് ഒരു മണ്ഡലത്തിൽ 12,500 വോട്ടേ വരത്തുള്ളൂ. ഒരു മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ 50,000 മുതൽ 60,000 വരെ വോട്ട് കിട്ടണം. അത് ഒരു 2-3 മണ്ഡലത്തിലായിരിക്കും അത്രയും കിട്ടുന്നത്. ബാക്കിയെല്ലാം ചിന്നിച്ചെതറിപ്പോകും. ഈ AIMIM എന്ന് പറയുന്നത് അവർക്ക് ഇതിൽ കൂടുതൽ സീറ്റ് കിട്ടും, 3-4 സീറ്റ്. അവർ ഒരു 10-30 മണ്ഡലത്തിലാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. ഇവരങ്ങനെയല്ല, 243 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ് ഈ JSPക്കാര്. അത് അവർക്ക് പുതിയ പാർട്ടിയല്ലേ, അപ്പോൾ അത് ഒരു എല്ലായിടത്തും ഒന്നും ശക്തി വന്നിട്ടില്ല. അവർ അടുത്ത ഇലക്ഷൻ ചിലപ്പോൾ 50 സീറ്റ് പിടിക്കും. അതെന്തായിരിക്കും? കോൺഗ്രസിന്റെ RJDയും തേജസ്വി യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും തന്ത്രങ്ങളൊന്നും ബീഹാറിൽ ഒന്നും ഫലിക്കാത്ത കാരണം എന്തായിരിക്കും? ഫലിക്കാത്തത് അതിന്റെ മെയിൻ കാരണം ഈ നിതീഷ് കുമാർ 20 കൊല്ലമായിട്ട് അവിടെ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് അവിടെ ക്രമസമാധാനം ഒക്കെ ശരിയായി വന്നത്. അതിനു മുമ്പ് രാത്രിയിലൊന്നും ആർക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല, സ്ത്രീകൾക്കും പറ്റത്തില്ല, ആണുങ്ങൾക്ക് പോലും പറ്റത്തില്ലായിരുന്നു. ജംഗിൾ രാജ് എന്നുള്ള അത് അവർ അനുഭവിച്ചറിഞ്ഞതല്ലേ. പ്രത്യേകിച്ച് 40 വയസ്സിൽ കൂടുതലുള്ളവർക്ക് എല്ലാവർക്കും ഇതറിയാം, പഴയ ഭരണം. പിന്നെ 40 വയസ്സിൽ കുറഞ്ഞവർക്ക് ഈ RJDയുടെ ഭരണത്തെ പറ്റി അറിയത്തില്ല. ബാക്കി 40 വയസ്സിന് മേലുള്ളവർക്കെല്ലാം അറിയാം. അപ്പോൾ പിന്നെ റോഡുകൾ കൊണ്ടുവന്നു, പാലങ്ങൾ കൊണ്ടുവന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിനു മുമ്പ് ഇതൊന്നും കാര്യമായിട്ടില്ലായിരുന്നു, അവരനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. പല ചാനലുകളും പറയുന്നുണ്ട് BJPക്കാർ പാലം വലിച്ചിട്ടേ അവരുടെ നേതാവ് മുഖ്യമന്ത്രിയാവുന്ന പറയുന്നു. അതങ്ങനെ വരികയില്ല. കാരണം കേന്ദ്രത്തിൽ ഇവർക്ക് 12 MPമാരുണ്ട്. ഈ 12 MPമാർ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം കുറച്ചുകൂടെ കുറയും. ഇപ്പം തന്നെ 20-22 ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പോൾ ഈ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അവർ പിന്തുണ പിൻവലിക്കും. പിന്നീട് അങ്ങേക്ക് ഈ സർവേയിൽ 100% വിശ്വാസമുണ്ടോ? ഈ 29 വർഷത്തെ പാരമ്പര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സർവേ പറയുന്നു, അതിൽ 100% വിശ്വാസമുണ്ട്. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വരാനിരിക്കുന്ന കാര്യമേ, നമ്മൾ ദൈവമല്ലല്ലോ. എങ്ങനെയാണ് ഈ സർവേ പ്രവചിച്ച് ഒരു അവസാന ഘട്ടത്തിൽ എത്തുന്നത്? അതിപ്പോ ഇതാണെങ്കിൽ ഒരു മാസത്തെ എൻ്റെ പ്രയത്നമുണ്ട്. അതായത് ഈ ഓരോ മണ്ഡലത്തിലും എടുത്ത് അതിന്റെ അതോടൊപ്പം ഈ സ്റ്റാർ മണ്ഡലങ്ങളിൽ ആര് വിജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ അട്ടിമറിയെല്ലാം പ്രവചിക്കാൻ പറ്റുമോ? ഇപ്പോൾ അങ്ങനെ അത് കേരളത്തിലാണേ പറയാം. ബീഹാറിലൊന്നും അങ്ങനെ നമുക്ക് മണ്ഡലം അങ്ങനെ കേരളത്തിൽ പ്രവചിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്ടിമറി ഏതാണ്? കേരളത്തില് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ പരാജയപ്പെടുമെന്ന്
അത് ധാരാളമുണ്ട്. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മിക്ക മീഡിയകളും LDF 12 സീറ്റൊക്കെ ലോക്സഭയെ പറഞ്ഞു. ഞാനന്ന് 5 മറ്റേ പറഞ്ഞുള്ളൂ, കിട്ടിയത് 4. അപ്പോൾ കണ്ണൂർ കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞു, പിന്നെ കോഴിക്കോട് ജയിക്കുമെന്ന് പറഞ്ഞു, വടകര ജയിക്കുമെന്ന് പറഞ്ഞു, ആലപ്പുഴ ജയിക്കുമെന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞു. ശശി തരൂർ ആദ്യം നിൽക്കുമ്പോഴേ, അത് ഞാൻ മാത്രമേ അങ്ങനെ തെളിച്ച് പറഞ്ഞുള്ളൂ, ശശി തരൂർ ജയിക്കുമെന്നേ. പിന്നെ ആലപ്പുഴ KC വേണുഗോപാൽ അന്ന് ജയിക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം LDF ജയിക്കുമെന്ന് കരുതിയിരുന്നവരാണ് ആ സീറ്റുകളല്ലേ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് ജയിക്കുമെന്ന് പറഞ്ഞു, അത് ജയിച്ചല്ലോ. പിന്നെ അതുപോലെ പരാജയപ്പെട്ട ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവുകയോ ചെയ്യുന്നത്. ജോസ് കെ മാണി ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പാലായിലെ, അത് തോറ്റുപോയല്ലോ. ചിലത് അങ്ങനെ സംഭവിക്കും. അതെന്തായിരിക്കും? കൃത്യമായ വിലയിരുത്തലിൽ തെറ്റുണ്ടാകുമ്പോഴാണ്. നമ്മളിപ്പോ 2 ലക്ഷം വോട്ടർമാരിന്നേ വളരെ കുറച്ച് പേരുടെ ചോദിക്കത്തുള്ളൂ. അപ്പൊ ചിലപ്പോൾ ചിലതൊക്കെ തെറ്റിപ്പോകും. നമുക്ക് 100% പെർഫെക്റ്റ് ആക്കാൻ ഒക്കെയല്ല. എന്തായാലും പകുതിയിലധികവും വിജയമൊന്നും അല്ല. ഇപ്പൊ കഴിഞ്ഞ തവണ 20-ൽ 1 തെറ്റിയുള്ളൂ. പകുതിയല്ലല്ലോ, 95% ഇല്ലേ. സുരേഷ് ഗോപി ഉൾപ്പെടെ ജയിക്കും, സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞു. അതിന് മുമ്പത്തെ 19-ലാണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു. അപ്പോൾ വീണ്ടും നിയമസഭയിൽ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അങ്ങനെ കഴിയുമോ? അല്ല, തൃശ്ശൂർ സിറ്റി മണ്ഡലം BJP ജയിക്കാൻ സാധ്യതയുണ്ട്. അത് പത്മജ വേണുഗോപാലിനെ നിർത്തിയ ജയിക്കത്തുമില്ല. അവർക്കൊന്നും ഒരു പോപ്പുലർ ഉള്ള ആളല്ല. ഇങ്ങനെ കുറെ ഉപജാപക സംഘമായിട്ട് നടക്കുന്ന വേറെ ആരും നിന്നാലും ജയിക്കും. ഈ അവിടെ അല്ല, പക്ഷെ അവരാണ് സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് തോന്നുന്നത്. തേറമ്പിൽ സീറ്റ് നഷ്ടമാകും, അവർ നിന്നാൽ തോറ്റുപോകും. തേറമ്പി രാമകൃഷ്ണൻ 25 കൊല്ലം തുടർച്ചയായി MLA ആയ സ്ഥലത്ത് ഇവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ട് 2 തവണയും തോറ്റുപോയി. അത് ഈ LDF തരംഗകാലത്ത് അവര് പറയുന്നത് കാലുവാരി എന്നാണ്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അത് കാലുവാരിച്ച കോൺഗ്രസിൽ എപ്പോഴും ഉള്ളതാണ്. ആ കാലുവാരിച്ച് ഓവർകം ചെയ്താലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ നേതാവിനും ഉള്ളതാണ് കോൺഗ്രസ്സിലത്. ഇവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ഉമ്മൻചാണ്ടിയെ പോലുള്ളവർക്കേ ഉള്ളു കാലുവാരൽ ഇല്ലാതെ. ബാക്കി എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട് ഇത്. അപ്പൊ അതിനൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവിടെ കാലുവാരാൻ വരത്തില്ല, കാലുവാരി ഏക്കത്തില്ല. അത് തന്നെ. അതിൽ കരുണാകരൻ്റെ കാലത്ത് കരുണാകരനും പാരവെക്കത്തൊന്നുമില്ല. അതിന് ഉള്ള കഴിവുള്ളവരില്ല. പക്ഷെ അദ്ദേഹം തോറ്റിട്ടുണ്ടല്ലോ. അത് 2 തവണ തോറ്റു. 2 തവണ 96-ൽ തൃശ്ശൂരും തോറ്റു. ഈ സമീപകാലത്ത് 1 തോറ്റിട്ടുള്ളൂ. എനിക്ക് പണ്ട് തോറ്റിട്ടുണ്ട് 57-ലൊക്കെ. അപ്പോ തൃശ്ശൂരിൽ 1 സീറ്റ് മാത്രമാണോ പ്രവചിക്കുന്നത്? BJP ആരാ നിൽക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഇപ്പം നമ്മൾ തൃശ്ശൂർ ജയിക്കുമെന്ന് പറയും. പക്ഷേ സ്ഥാനാർത്ഥി തൃശ്ശൂർ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളും ഉണ്ടല്ലോ. തൃശ്ശൂർ ഇരിങ്ങാലക്കുട ജേക്കബ് തോമസിനെ നിർത്തിയാൽ ജയിക്കും. അല്ല, പക്ഷെ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അല്ല, 34,000 വോട്ട് കിട്ടി BJPക്ക്. അത് വലിയ മുന്നേറ്റമല്ലേ? ഈ 8,000-10,000 വോട്ട് കിട്ടി 34,000. 1ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസവും കാണിക്കുന്നുണ്ടല്ലോ. എന്നാലും അടുത്ത ഇലക്ഷന് ജയിക്കും അയാളാണ് നിൽക്കുക. അയാൾ പക്ഷേ ഇടയ്ക്ക് അവിടെ രംഗത്തുനിന്ന് മാറിപ്പോയി. നിൽക്കണായിരുന്നു തുടർച്ചയായിട്ട്. സുരേഷ് ഗോപി അവിടെ 5 കൊല്ലം നിന്നില്ലേ? അതുപോലെ നിന്നിരുന്നെങ്കിൽ ജയിച്ചേനെ. ഈ പത്മജ വേണുഗോപാലിനെ ഈ അണികളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമുള്ള ആളല്ല. അവർക്ക് ഈ കരുണാകരൻ്റെ ലീഡറിൻ്റെ മകളെന്നുള്ള രീതിയിൽ അങ്ങനെയല്ല. മുരളീധരൻ വ്യത്യാസമുണ്ട്. അത് ഞാൻ ഇവിടെ BJPയുടെ ഓഫീസിൽ പോയി അവർ നേതാക്കളോട് പറയാനും ഉദ്ദേശിക്കുന്നുണ്ട് ഈ കാര്യം. അവർ കേൾക്കണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇതിവിടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ നിലമ്പൂരെ വന്നപ്പോഴേ അവരൊക്കെ കേട്ടും കാണും.
എനിക്കത് പ്രശ്നമല്ല, ഞാനുള്ള കാര്യം പറയും. അവർക്ക് ഇലക്ഷൻ ജയിക്കാനൊരു യോഗമൊക്കെ വേണം, പോപ്പുലർ ആവണം. ഇതങ്ങനെ ചെയ്യുന്നില്ല. ഈ ഒരു സമരരംഗത്ത് വന്നിട്ടുണ്ട് അവർ, എവിടെയെങ്കിലും ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് ജയിക്കില്ലാത്തത്. മുരളീധരൻ അങ്ങനെയല്ല, കുറച്ചും കൂടെ അണികൾക്ക് ആവേശം കൊള്ളിക്കുന്ന ആളാണ്.